കേട് വരികയാണെന്നുണ്ടെങ്കിൽ വൈശാഖിട്ട് ഞാൻ നമ്പർ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഞങ്ങളൊക്കെ കാത്തിരുന്ന ആള് അടുക്കളയിൽ ആയിട്ട് മസാജ് അതെ കൊളായ അടുക്കള ഇത് കട്ട് ചെയ്യണം എന്നെല്ലാരും നല്ല ദോശ ചക്കലൂട്ടി നോക്ക് വാച്ചും വെച്ചിട്ട് കൈമുതി കറി വയ്ക്കുക. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ട് ഇരിക്കണു. പിന്നെന്തൊക്കെയാണ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വ്ളോഗും ഒന്നുമല്ല, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കണമെന്ന് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷേക്ക് നമുക്ക് എന്തെങ്കിലും കറി വേണമല്ലോ. അപ്പോൾ ഒരാളിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കാണണ്ടേ? വരൂ നായകൻ. എന്താ കഴിച്ചു പറയൂ. ഇന്ന് നമുക്ക് സോയാബീൻ കൊണ്ടൊരു ഡ്രൈ ഫ്രൈ ആണ് വൈഷു ഉണ്ടാക്കുന്നത്. ഷെഫ് വൈഷു ആണ്. നല്ല കുക്ക് ചെയ്യും കേട്ടോ, അടിപൊളിയായിട്ട്. കർത്തനും ചെയ്യും, പക്ഷെ വൈഷും ചെയ്യും. പിന്നെ ഇത് ആരാന്ന് വെച്ചാല് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാട്ടോ, കുറെ പുതിയ ജോയിൻ ചെയ്ത ആൾക്കാർക്ക്. ഇത് ശരത്തേട്ടന്റെ, എൻ്റെ ഹസ്ബൻഡ് ശരത്തേട്ടന്റെ ബ്രദറാണ്. യെസ്. അപ്പൊ നമുക്ക് ലാഗ് അടിപ്പിക്കണ്ട. എന്താ ഉണ്ടാക്കുന്നത്? സോയാബീൻ ഡ്രൈ ഫ്രൈ. കണ്ണത്ര ശരിയായിട്ടൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, എൻ്റെ കണ്ണ് അടിച്ചു പോയി. എൻ്റെ ശരത്തേട്ട ഓക്കെ ആയിട്ടോ. അന്ന് ഡോക്ടറെ അടുത്ത് പോയി വന്നപ്പോൾ. പക്ഷെ എൻ്റെത് എന്താ അറിയില്ല, ഓരോ കഷ്ടകാലങ്ങളായിരിക്കും. അപ്പോൾ വൈഷു പറഞ്ഞത് എന്നോട് ഇവിടെ ഇരിക്കാനാണ്. വൈഷു എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല, കുട്ടി ഹെൽപ്പൊക്കെ ചെയ്യാം. അപ്പോൾ വൈഷു ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അല്ല, ഇൻഗ്രീഡിയൻസ് അല്ലേ പറയാ, ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. മസ്റ്റ് ട്രൈ. നമ്മൾ 5 ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊച്ചുള്ളി, അതൊരു 20 എണ്ണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞത്, ഒരു തക്കാളി, ഒരു പച്ചമുളക് ത്രികോണത്തിൽ അരിഞ്ഞത്. ഒപ്പം മെയിൻ സാധനം സോയാ ചങ്ക്സ്. നമ്മൾ ചൂടുവെള്ളത്തൊക്കെ ഇട്ട് കണ്ടോ, ചൂടുവെള്ളത്തില് അപ്പൊ വരും നമുക്കിനി എന്തേ അതൊക്കെ ട്രോള് വരും. ട്രോളണം. ഒരു മിനിറ്റ്, ഇത് ഞാനാ പറയാ. അല്ല, എല്ലാവരും വെക്കും എന്നിട്ട് ഇത് പറയും. വേണ്ട. ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് വേണ്ടത് ടേസ്റ്റിന് ഒരു തേങ്ങാക്കൊത്ത്, ബീഫിന്റെ ഒരു ടച്ച് കിട്ടാൻ വേണ്ടി. പക്ഷെ ഇത് ബീഫ് അല്ല. ഓക്കെ. അപ്പൊ എല്ലാതും ഒന്ന് ഒരുമിച്ച് വെക്കൂ. ഇത്ര സാധനങ്ങൾ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് എല്ലാവരും ഉണ്ടാക്കിയിട്ട് കേട് വരികയാണെന്നുണ്ടെങ്കിൽ വൈശാഖിട്ട് ഞാൻ നമ്പർ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മള് പാൻ എടുത്തിട്ടുണ്ട്, നോൺ സ്റ്റിക് പാൻ എടുത്തിട്ടുണ്ട്. അതില് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി. അത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഓക്കെ. ഇത് എങ്ങനെയാണ്, കരിയണോ? ജസ്റ്റ് ഒന്ന് മൂത്താണ്. ഷാലോ ഫ്രൈ അല്ല, സോറി, എന്നാ ലൈറ്റ് ആയിട്ട് ഇംഗ്ലീഷ് ഒന്നും വേണ്ട. ഇല്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ്. അപ്പൊ നമുക്ക് ഇതിനാണോടെ നിന്നെ പഠിപ്പിച്ച്. ഇനി നമുക്ക് ആകെ ഏകദേശം ആയി കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളക് അതുകൂടെ ഒന്ന് സെറ്റ് ആക്കണം. പ്രോ ആണ്, അതുകൊണ്ടാണ് പേടിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ കയറിയിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ പേടിച്ച് മാറുന്നത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് ഇപ്പൊ തന്നെ ഇടുന്നത് ഫ്രൈ ആക്കാം.
അല്ല, ഈ റെസിപ്പി എവിടെ നിന്നാണ് താങ്കൾക്ക് കിട്ടിയത്? ഇതോ സൊല്ലു. ഇത് കഥ സൊല്ലു സൊല്ലു. നമ്മൾ ടോട്ടലി അധികം വെജിറ്റേറിയൻ ആണല്ലോ കഴിക്കുക. ഓക്കെ. അപ്പോ നമ്മൾ ചിക്കൻ അധികം എപ്പോഴെങ്കിലൊക്കെ വാങ്ങാറ്. ഓക്കെ. അപ്പൊ നമ്മൾ വെജിറ്റേറിയനോട് ചിക്കന്റെ ടേസ്റ്റ് കിട്ടാൻ നമ്മൾ കുറച്ച് പൊടിക്കൈകളൊക്കെ ഇട്ടൊന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പൊ ഗൈസ്, നിങ്ങളൊക്കെ കാത്തിരുന്ന ആര് കാത്തിരുന്നിട്ടോ? അടുക്കളയിൽ റൊമാൻസ് പറ്റില്ല, ഈ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ദോശ പരിപാടിയിലേക്ക് കിടക്കാം. ദോശ ഞാനാണ് ഉണ്ടാക്കുന്നത്. ബോയ്സ് കിച്ചൺ. ഞാനാണ് ഉണ്ടാക്കുന്നത്. ബോയ്സ് ആണെന്ന് ദോശ തിന്നാൻ പറ്റില്ല. കോക്കനട്ട് ഒരു ബ്രൗൺ കളർ ആയാൽ മലയാളം പറയും. സാധാ മീറ്റിനെ സ്കൂളിൽ പഠിച്ചതല്ലേ. തേങ്ങ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി ഇടണം. വെങ്കായം. എന്താ ഡിപ്രഷൻ? എന്താ വൈശുവിന് ഡിപ്രഷൻ? ഒന്നും ഉറങ്ങിയ ഒരു വിശക്കും ഡിപ്രഷൻ. അതെ. അപ്പൊ വൈശു അടിപൊളി കേട്ടോ. വേണ്ടിട്ട് കുറച്ച് ഉപ്പ് കാണിക്കൂ. സാൾട്ടല്ല, ഉപ്പ്. വഴഞ്ഞു കഴിഞ്ഞാ എന്തേലൊക്കെ ആവട്ടെ. അപ്പൊ നമ്മള് കൊച്ചുള്ളി ഇടണം. കൊച്ചുള്ളി. പാവം തക്കാളി ഒറ്റയ്ക്കായില്ല. തക്കാളി ലാസ്റ്റ്. തക്കാളി സിംഗിൾ, ഞാൻ സിംഗിൾ. മാട്രിമോണിയിൽ ഇടത്തന്നെ. പിന്നെ മാട്രിമോണി ഹാങ് ആവും. അല്ല, നിന്നെ കെട്ടുന്നവൻ എന്താ? അല്ല, എന്ത്? ഞാൻ കെട്ടുന്നവൾ ഭാഗ്യവതിയാണ് വൈശു. ആർക്കെങ്കിലും വൈശുവിനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് വിത്ത് നമ്പർ കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അല്ലേ വൈശു? പിന്നാലെ വരും ഞാൻ. അവിടെ പോയിട്ട് കൊറേ നേരം സിംഗിൾ ആയിട്ട് തക്കാളി. ഇനി നമുക്കൊന്നും കൂടി അപ്പൊ ഒന്നിച്ച് വരയ്ക്കുക. ദേഷ്യം വന്നാലും കുക്ക് ചെയ്യാം, സങ്കടം വന്നാലും കുക്ക് ചെയ്യാം. സത്യമായിട്ട് അതൊരു റിലാക്സേഷൻ. സോറി, ഇംഗ്ലീഷ് വന്നു. അതൊരു ആശ്വാസമാണ്. ആശ്വാസത്തിന് കുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഉള്ളിയും തക്കാളിയും സംഭവങ്ങളൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. കാപ്പി കളർ ആവുമ്പോൾ ഇവിടെ ഇത് ഓരോരുത്തർ ഇഷ്ടാട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ ഓരോ മുളക് പൊടി, എരിവും സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഇവിടുത്തെ എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ആൻഡ് ചിക്കൻ മസാല. അപ്പൊ കോഴി മസാല. ഈ പൊടികളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊരു കഷ്ടി ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എങ്ങനെ എരിവ് ഇഷ്ടം അങ്ങനെ നോക്കിയിട്ട് ഇടുക. ടേബിൾ സ്പൂണൊക്കെ മാറരുത്. ഗരം മസാല. ഇല്ലെങ്കിൽ വൈശാഖിനെ കോണ്ടാക്ട് ചെയ്യുക. വൈശാഖ് വീട്ടിൽ വന്നിട്ട് നമുക്ക് ഉണക്കമുളക് വെയിലിട്ട് ഇട്ടിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് തന്നെ കറിയില് ഇട്ടിട്ട് പോകും. ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് കൊളായിട്ടുണ്ട്. എന്തത് ഡ്രൈ ആയി. ശരിയാവും. ഇപ്പൊ ശരിയാക്കി തരാം. ആറ്റിറ്റ്യൂഡ് എങ്ങനെ? ആറ്റിറ്റ്യൂഡ് ഇല്ല, ഇടയ്ക്ക് വരുള്ളൂ. ഇതാണ് ആറ്റിറ്റ്യൂഡ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇതിനി അതൊരു പച്ചമണം മാറുന്ന വരെ, ഈ പൊടികളുടെ ഒരു കുത്ത് മാറുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന്. അതെങ്ങനെ നമ്മൾ അറിയാം? ഈ മസാല എല്ലാം മിക്സ് ആയ ഒരു കുത്തുമണം പറയോ വരും. നന്നായിട്ട് മസാജ് കൊടുക്കാം.
മസാജിന്റെ കാര്യം മാത്രമല്ല. സോറി ഗൈസ്, എനിക്ക് യാതൊരു ബന്ധമല്ല കേട്ടോ ഈ വ്ളോഗായിട്ട്. ഞാൻ നിർത്തി പോവാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള യൂട്യൂബ് ചാനൽ. മസാജ് ഓക്കെ, നന്നായിട്ട് ഇളക്കി അതെ അതെ. മസാജൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് മസാജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം, ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കണം. കുറച്ച് വെള്ളം, പേസ്റ്റ് ഒന്നും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല, സോറി, കുഴമ്പ് രൂപത്തിലാക്കണം. എന്നിട്ട് സ്വല്പം ജലം നമുക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇളക്കി കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതാണ് കഴിഞ്ഞു. അതല്ല, ഇത് എങ്ങനെയാണ് ഇതിന്റെ വെള്ളത്തിന്റെ അളവ്? വെള്ളത്തിന്റെ അളവ് നമുക്ക് കണ്ട കൺസിസ്റ്റൻസി നോക്കിയിട്ട്. ശരിക്കും ഇത് ഡ്രൈ അല്ലേ? ഡ്രൈ ആണ്. ഡ്രൈ ആയിട്ട്, പക്ഷെ നമുക്ക് ആ സോയാബീൻ എടുത്തൊന്നും വേവണ്ടേ? വേവാനാണ് ഈ വെള്ളം ഇതിൽ മിക്സ് ആണ് സോയാബീൻ നന്നായിട്ട്. ഓക്കെ. അപ്പൊ നമ്മള് സോയാ ചങ്ക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിക്കണം അല്ലേ? ഇനി ഇളക്കുക പറയാൻ പാടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനിയാണ് നമുക്ക് ടാസ്ക് ആയിട്ടുള്ള പണി വരുന്നത്. ഇതുവരെ നമ്മൾ ഈസി ആയിട്ട് പോകും. ഇനി ഒരു പണിയില്ലേ, ഇത് ഇളക്കാൻ ജസ്റ്റ് ആയിട്ടില്ല. സോയാബീൻ ഡ്രൈ ആക്കണം. ഇനി ഇത് സ്ലോ കുക്ക് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് മെയിൻ സാധനം ഒഴിച്ചിട്ടില്ല. നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നടുവിൽ കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഈ സോയാബീൻ നന്നായിട്ട് ഫ്രൈ പോലെ ആവും. വെള്ളം വരും, വളം വരും. മതി ഇളക്കിയതൊക്കെ ഇനി അടച്ചു വെക്കാം. കുറച്ച് വെള്ളം കുറവുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അടച്ചു വെച്ചിട്ട് ഇത് ഫ്രൈ ആക്കി. അപ്പൊ ശരത്തേട്ടനാണ് ദോശ ഉണ്ടാക്കുന്നത്. എന്താ വൈശു പറഞ്ഞു? ശരത്തേട്ടൻ പറഞ്ഞോ. അതെ, കൊളായ എടുക്കാൻ ഇത് കട്ട് ചെയ്യണം എല്ലാരും. നല്ല ദോശ മാത്രം വിറച്ചിട്ടാണ് ശരത്തേട്ടനെ ഫസ്റ്റ് ഉണ്ടായി വരണുള്ളൂ. ചെത്തന്നെ പോകുമ്പോഴല്ലേ ഫസ്റ്റ് ഉണ്ടായി വരണുള്ളൂ. നീ കണ്ട പ്രശ്നം. ഫസ്റ്റ് ദോശ നമുക്ക് ട്രയലാണ് ഗൈസ്. അതെ, ട്രയലാണ്. അപ്പൊ കറി ട്രയലാണോ? കറി ട്രയലല്ല, കറി ബ്രാൻഡാണ്. ഓക്കെ, നമ്മളിപ്പോ 20 മിനിറ്റ് ഉണ്ടാവില്ലേ? വാച്ചൊക്കെ ലൂട്ടി നോക്ക്. സ്വിച്ച് ഓഫ് ആയ വാച്ചും വെച്ചിട്ട് ടൈം നോക്കി കറി വയ്ക്കുക. എന്ത് ചെറുതായിട്ട് കുട്ടിക്ക് 20 മിനിറ്റ് നോക്കാം, കത്തുന്നില്ല. മാട്രിമോണിയിൽ ഇടാൻ പോവാണ്. എന്താ ചെറുതായിട്ടാ ഇങ്ങനെ പോകണം. ആയിട്ടില്ല. അല്ല, എന്തുകൊണ്ട് എടുക്കുക? വൈശു വേർത്തു. അപ്പോ നമ്മുടെ ഏകദേശം ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലിടയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മള് ശരത്തേട്ട സ്പൂൺ വെച്ച് വന്നപ്പോ ആകെ മൈൻഡ് പോയി. അപ്പോ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ഒന്നുകൂടി ഫ്രൈ ആക്കിയിട്ട് അടച്ച് നല്ല ഫ്രൈ ആക്കി എടുക്കണം. എന്നാലും ഡ്രൈ ഫ്രൈ ആയിട്ട് വരുള്ളൂ. അപ്പൊ ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ലാസ്റ്റ് സ്റ്റേജ് കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ട് വെതറി കൊടുക്കുക എന്നുള്ളതാണ് ചടങ്ങ്. ഇല്ലില്ല, കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. ലാസ്റ്റിലേക്ക് ഞാൻ വെച്ചിരിക്കുകയാണ്. കുരുമുളക് പൊടി എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ബ്ലാക്ക് കളർ വരാനും ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി. ജാസ്തി ഇടാൻ പാടില്ല, കാരണം എരിവ് കൂടും. പിന്നെ അതോടൊപ്പം നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ളത് മരത്തിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നാണ് ഇപ്പൊ. അപ്പൊ അത് നമ്മളിങ്ങനെ
മതിട്ടോ ഗൈസ്. ഇനി നമുക്ക് അതങ്ങനെ ഓഫാക്കി അടച്ച് വെക്കാം. മിക്സ് ആവാൻ പാടില്ല. അത് നമ്മൾ അവസാനം ഇളക്കി എടുക്കുമ്പോഴാണ് കുരുമുളക് അതിനിത് ഈ ചൂടിൽ ഇരുന്നിട്ട് ഒന്ന് സ്ലോ കുക്ക് ആവാം. എന്നിട്ട് നമുക്ക് കാണാം. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമുക്ക് തുറന്നു നോക്കാം. ഇതിങ്ങനെ ഇളക്കി അടിപൊളി. നമ്മൾ ഇനി ഇത് ഡ്രൈ ആക്കേണ്ടവർക്ക് ഡ്രൈ ആക്കാം. ഇനി ഡ്രൈ ആക്കേണ്ടവർക്ക് ഒന്നുകൂടി ഡ്രൈ ആക്കിയിട്ട് കുറച്ച് നേരം ഡ്രൈ ആക്കാം. നമുക്ക് ദോശ ആയതുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോ നല്ല ഡ്രൈ ആയിരുന്നു. ഫ്രൈഡ് റൈസ് ആണ്. അതെ, അതുകൊണ്ടാണ് ഡ്രൈ ആക്കിയത് വൈശു. പക്ഷെ ഇത് ദോശക്ക് കുറച്ചെങ്കിലും ഒരു ഗ്രേവി വേണം. ഇതിലേറെ കളറ് കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ആയിട്ട് കിട്ടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്യാം, കമന്റ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കാം. രംഗണ്ണൻ ശരത്തേട്ടൻ എത്തിയിട്ടുണ്ട്. ശരത്തേട്ടൻ നല്ല ദോശ മാത്രം വീഡിയോയില്. ടെൻഷൻ ഉണ്ടോ ശരത്തേട്ട? ആദ്യം തട്ടുകടയിലായിരുന്നു തോന്നുന്നത് കേട്ടോ. മുറിഞ്ഞു. ഓ മതി. എടുത്തോളൂ. നല്ല ഫൈറ്റ് ആയിട്ടുണ്ട്. ഇത് 100 മാർക്ക് തരാം. പെർഫെക്റ്റ് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട്. അപ്പോ നമ്മളിവിടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ വെറുതെ ലാഗ് അടിപ്പിക്കുന്നില്ല ഇനി. ഇല്ല. അപ്പൊ എല്ലാവരും കറിയൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയാ, ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ക്യാമറ അടയ്ക്കൂ.